യൂട്യൂബർ MDMAയുമായി അറസ്റ്റിലായ കേസിൽ പ്രതി റിൻസി മുംതാസുമായി ബന്ധമുള്ള 4 സിനിമാ താരങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. കഴിഞ്ഞ 6 മാസമായി സ്ഥിരമായി റിൻസിയെ വിളിച്ചിരുന്നവരെയാണ് പോലീസ് ഫോണിൽ വിളിച്ചത്. പ്രൊമോഷൻ ആവശ്യങ്ങൾക്ക് റിൻസിയുമായി സംസാരിച്ചു എന്നാണ് നടന്മാർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. എസ് ശ്യാംകുമാർ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, പോലീസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ വരെ എത്തി? ശ്യാം, ക്രിസ്റ്റീന, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ റിൻസി മുംതാസിനെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. നാളെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷയും സമർപ്പിക്കും. പോലീസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് റിൻസിക്ക് സിനിമാ രംഗത്തെ നിരവധി പേരുമായി അടുത്ത സൗഹൃദമുള്ളതായി കണ്ടെത്തിയത്. ഇവരുടെ ഫോൺ പരിശോധനയിലാണ് തുടർച്ചയായി ഇവരെ വിളിച്ചുകൊണ്ടിരുന്ന 4 സിനിമാ താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും അവരെ ഫോണിൽ വിളിച്ച പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്. സിനിമയുടെ പ്രൊമോഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി റിൻസിയെ വിളിച്ചിരുന്നുവെന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. അടുത്ത സൗഹൃദമുള്ളതുകൊണ്ട് സ്ഥിരമായി വിളിച്ചിരുന്നുവെന്നും പറഞ്ഞ സിനിമാ താരങ്ങളുണ്ട്. ഇതിൽ വനിതാ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവരുമായി കഴിഞ്ഞ 6 മാസം നിരന്തരമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന 30 പേരുടെ പട്ടികയാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ സിനിമാ മേഖലയ്ക്ക് പുറത്തു നിന്ന് ഉള്ളവരുമുണ്ട്. ഏതായാലും ഇത്തരക്കാരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. കോൾ റെക്കോർഡിംഗുകൾ ഉൾപ്പെടെ ഇവർ ഫോണിൽ ശേഖരിച്ചിരുന്നു. ചിലത് ഡിലീറ്റ് ചെയ്ത നിലയിലുമായിരുന്നു. ഈ ഡിലീറ്റ് ചെയ്ത ഫോൺ സംഭാഷണങ്ങൾ തിരികെ കിട്ടുന്നതിന് വേണ്ടി ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളുടെ കഴിഞ്ഞ തവണ ലഹരി ഇടപാടിനായി പണം ചിലവഴിച്ചതിന്റെ തെളിവുകൾ സഹിതം നമ്മൾ ഉൾപ്പെടെ വാർത്ത നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇവർക്ക് കോഴിക്കോട് സ്വദേശിയുമായി വലിയ തുകയുടെ ഇടപാടുകൾ സ്ഥിരമായി നടന്നതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗത്തിന് വേണ്ടിയുള്ള പണം കൈമാറ്റമായിരുന്നു ഇത് എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ്. കോഴിക്കോട് സ്വദേശിയാണ് ഇവർക്ക് ലഹരി വാങ്ങാൻ പണം നൽകിയിരുന്നത് എന്നതിലും പോലീസ് അന്വേഷണം നടക്കുകയാണ്. ഏതായാലും ഇക്കാര്യങ്ങളിലേക്ക് കൂടുതൽ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ നാളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.